നമസ്കാരം. കേരളം ഇന്ന് വിധിയെഴുതുകയാണ്. രാവിലെ മുതൽ തന്നെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരുടെ വോട്ട് രേഖപ്പെടുത്തലിലൂടെ പോളിംഗ് ബൂത്തുകൾ സജീവമാണ്. ബിജെപിയുടെ പ്രമുഖ നേതാക്കളും മലയാള സിനിമയിലെ മുൻനിര താരങ്ങളും ഇതിനോടകം തന്നെ വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു. ജനാധിപത്യത്തിന്റെ കരുത്ത് വിളിച്ചോതിക്കൊണ്ട് പ്രമുഖരുടെ നീണ്ട നിരയാണ് രാവിലെ മുതൽ ദൃശ്യമായത്. കേരളത്തിന്റെ ഭാവി നിശ്ചയിക്കുന്ന ഈ നിർണായക തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും വിലപ്പെട്ടതാണെന്ന സന്ദേശമാണ് ഇവർ പങ്കുവച്ചത്. രാവിലെ 6 മണി മുതൽ തന്നെ വോട്ടർമാർ ബൂത്തിലെത്തി തുടങ്ങിയിരുന്നു. വൈകുന്നേരം 6 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. 2.71 കോടി വോട്ടർമാർ 883 സ്ഥാനാർത്ഥികളുടെ വിധി നിശ്ചയിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 5000 ബൂത്തുകൾ കൂടുതലാണ്. തകരാറിലായ മെഷീനുകൾ മാറ്റി സ്ഥാപിച്ചു. 6 മണിക്കും വോട്ട് ചെയ്യാനെത്തുന്നവരുടെ വരിയുണ്ടെങ്കിൽ അവസാനമുള്ളയാൾക്ക് വരെ സ്ലിപ്പ് നൽകും. 6 മണിക്ക് ശേഷം വരുന്നവരെ പ്രവേശിപ്പിക്കില്ല. സംസ്ഥാനത്ത് ഇത്തവണ വലിയ മുന്നേറ്റം പ്രതീക്ഷിക്കുന്ന ബിജെപിയുടെ പ്രമുഖ നേതാക്കളെല്ലാം രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 113 നമ്പർ ബൂത്തിലാണ് കേന്ദ്രമന്ത്രി നടനുമായ സുരേഷ് ഗോപി വോട്ട് ചെയ്തത്. വോട്ട് രേഖപ്പെടുത്തിയ ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവേ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇത്തവണ വലിയ മാറ്റമുണ്ടാകുമെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. വികസനത്തിനും ജനക്ഷേമത്തിനുമാണ് മുൻഗണന നൽകേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം NDA സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ ജവഹർ വാർഡിലെ 12ാം ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. നവകേരളത്തിന്റെ നിർമ്മിതിക്കായി യുവതലമുറ ആവേശത്തോടെ വോട്ട് ചെയ്യാനെത്തുന്നത് ശുഭസൂചനയാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വടക്കാഞ്ചേരി മണ്ഡലത്തിലെ 73ാം നമ്പർ ബൂത്തിൽ ശോഭ സുരേന്ദ്രനും തിരുവനന്തപുരം മണ്ഡലത്തിലെ ഫോർട്ട് സ്കൂൾ പോളിംഗ് സ്റ്റേഷനിൽ കുമ്മനം രാജശേഖരനും വോട്ട് രേഖപ്പെടുത്തി. ബിജെപിയുടെ സംഘടനാ കരുത്ത് ഇത്തവണ വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിലാണ് ഇരുവരും. വി മുരളീധരൻ ഉൾപ്പെടെയുള്ള മറ്റ് മുതിർന്ന നേതാക്കളും വിവിധയിടങ്ങളിൽ വോട്ട് രേഖപ്പെടുത്തി. NDA സ്ഥാനാർത്ഥി തോമസ് കെ സാമുവൽ മുക്കന്നൂർ ഗുരുകുലം സ്കൂളിലെ 186ാം ബൂത്തിൽ വോട്ട് ചെയ്യും. NDA സ്ഥാനാർത്ഥി TP സുന്ദരേശൻ വാക്കിയാർ NSV LP സ്കൂളിലെ ബൂത്തിലും വോട്ട് ചെയ്യും. NDA സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ പന്തളം NSS ബോയ്സ് ഹൈസ്കൂളിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തും. മലയാളത്തിന്റെ മഹാനടനായ മോഹൻലാൽ തിരുവനന്തപുരം മുടവൻമുകളിലെ ബൂത്തിൽ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. നടൻ പൃഥ്വിരാജ് സുകുമാരനും ഭാര്യയും നിർമ്മാതാവുമായ സുപ്രിയ മേനോനും എറണാകുളം മണ്ഡലത്തിലെ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ സ്കൂളിലെ ബൂത്തിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്. എറണാകുളം പൊന്നുരുത്തി ക്രൈസ്റ്റ് കിങ് കോൺവെൻഷൻ സ്കൂളിലെ ബൂത്തിലാണ് മമ്മൂട്ടി തന്റെ വോട്ട് രേഖപ്പെടുത്തിയത്. പോളിംഗ് ഉയരുമെന്ന പ്രതീക്ഷയിലാണ് പാർട്ടികൾ. പരമാവധി വോട്ടർമാരെ ബൂത്തിലെത്തിക്കാൻ പ്രചാരണ പരിപാടികളുമായി തെരഞ്ഞെടുപ്പ് കമ്മീഷനും രംഗത്തുണ്ടായിരുന്നു. കന്നി വോട്ടർമാരെ മധുരം നൽകിയാണ് സ്വീകരിക്കുക. വൈകുന്നേരം 6 മണിക്ക് ക്യൂവിലുള്ള എല്ലാവർക്കും ടോക്കൺ നൽകി വോട്ട് ചെയ്യാൻ അനുവദിക്കും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 75.75% പോളിംഗ്. മോക്ക് പോളിംഗിലൂടെ പലയിടത്തും വോട്ടർ മെഷീൻ തകരാറിലായിരുന്നു. മെഷീന്റെ പ്രശ്നം പരിഹരിച്ച ശേഷമാണ് മോക്ക് പോളിംഗ് ആരംഭിച്ചത്. ഉടുമ്പൻചോലയിൽ 3 ബൂത്തുകളിൽ വോട്ടിംഗ് കേന്ദ്രങ്ങൾ പണിമുടക്കി. നെടുങ്കണ്ടം പഞ്ചായത്ത് UP സ്കൂൾ 104ാം നമ്പർ ബൂത്തിലും ശാന്തിഗ്രാം സെൻട്രസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ 117ാം നമ്പർ ബൂത്തിലെയും ഇരട്ടയാർ സെന്റ് തോമസ് ഹൈസ്കൂൾ 115ാം നമ്പർ ബൂത്തിലെയും വോട്ടിംഗ് യന്ത്രങ്ങളാണ് പണിമുടക്കിയത്. മോക്ക് പോളിംഗിലാണ് പ്രശ്നങ്ങൾ കണ്ടെത്തിയത്. VVPAT മെഷീനുകൾ മാറ്റിവെച്ച് പ്രശ്നം പരിഹരിക്കുമെന്ന് റിട്ടേണിംഗ് ഓഫീസർ അറിയിച്ചു. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.